ഹായ്, എല്ലാവർക്കും നമസ്കാരം. വളരെ എളുപ്പത്തിലും നമുക്ക് രുചികരമായിട്ടും ഒരു പുഡിംഗ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ അധികം പഴുക്കാത്തതും പിന്നെ നല്ല പഴുത്തതുമായിട്ടുള്ള രണ്ട് തരത്തിലുള്ള സ്ട്രോബെറി ഉണ്ട്. ഇതിൽ നമുക്ക് നല്ല പഴുത്ത സ്ട്രോബെറി തന്നെ എടുക്കാം. അത് വെച്ച് തന്നെ നമുക്കൊന്ന് പുഡിംഗ് ഉണ്ടാക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു 12ഓളം സ്ട്രോബെറി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിനെ നമുക്കൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കണം. എല്ലാം നമുക്ക് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. നല്ല പഴുത്ത സ്ട്രോബെറി ആകുമ്പോഴത്തേക്ക് നല്ല കളറുണ്ടാവും. ഓക്കെ, നല്ലൊരു റെഡ് കളർ അതിനകത്തുണ്ടാവും. അപ്പം നമ്മൾ എക്സ്ട്രാ ഒരു കളർ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതായിട്ട് വരില്ല. ഞാനിവിടെ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാനിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പൊടിക്കാത്ത പഞ്ചസാര തന്നെ ഇട്ട് കൊടുത്താൽ മതിയേ. ഇനി നമുക്കൊരു പകുതി നാരങ്ങയും കൂടെ മുറിച്ചെടുത്തിട്ട് അതിൽ കുരുവൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്കിതൊന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം. നല്ല പഴുത്തതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും കേട്ടോ. നമുക്ക് സ്പൂൺ വെച്ചും കൂടി ഒന്ന് ഉടച്ചു കൊടുക്കുമ്പോഴേ വളരെ വേഗത്തിൽ നമുക്ക് ഉടഞ്ഞു കിട്ടും. ഇപ്പോൾ എല്ലാം നല്ലപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്ട്രോബെറി പ്യൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാമേ, തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതുപോലത്തെ ഒരു പാത്രം എടുക്കാം. ഇനി അതിലേക്ക് ഞാൻ 1 കപ്പ് പാൽ, അതായത് ഏകദേശം 250 ml ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാമേ. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വെനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കട്ടയില്ലാതെ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണമേ. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിലേക്ക് ഒന്ന് വെച്ച് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇതിൽ നമ്മൾ പാൽപ്പൊടിയും കോൺഫ്ലോറും പഞ്ചസാരപ്പൊടിയൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കുറുകി കിട്ടും. നമുക്ക് ഒരുപാടൊന്നും കുറുക്കിയെടുക്കണ്ട, ഒരു ഇടത്തരം, അതായത് ഒരുപാട് ലൂസും അല്ല ഒരുപാട് തിക്കും അല്ലാത്ത ഒരു സൈസ്, ഇടത്തരം സൈസിൽ നമുക്കൊന്ന് ഇതൊന്ന് കുറുക്കിയെടുക്കാം. ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഇത് ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം. തണുക്കുമ്പോൾ അത് കുറച്ചുകൂടി ഒന്ന് കുറുകും കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഈ ഒരു പരുവത്തിൽ നിർത്താം. ഇനി നമുക്ക് വേണ്ടത് ബിസ്ക്കറ്റാണ്. ഞാനിവിടെ മിൽക്കിൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ക്രീം അല്ലാത്ത ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും നമുക്കെടുക്കാം. ഞാനിവിടെ 2 ഗ്ലാസ്സിലാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനനുസരിച്ചിട്ടുള്ള അളവിലേ എടുക്കുന്നുള്ളൂ. ഏകദേശം ഈ ബിസ്ക്കറ്റ് പകുതിയേ ഞാൻ എടുത്തിട്ടുള്ളൂ. നമുക്കിതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് അടച്ചെടുക്കണേ. ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഞാൻ ദാ ഈ ഗ്ലാസ്സിലാണ് സെറ്റ് ചെയ്യാൻ പോണത്. ഇനി ബൗളാണെങ്കിൽ ബൗൾ എടുക്കുക. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റ് നമുക്കിതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സ്പൂൺ വെച്ചോ എന്തെങ്കിലും കൊണ്ടോ നമുക്കൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം അതിലേക്ക്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് സ്ട്രോബെറി പ്യൂരി എടുത്തിട്ട് അതൊന്നിട്ട് നമുക്കൊന്ന് ലെവൽ ചെയ്തെടുക്കാമേ. നമ്മൾ നേരത്തെ പാലിൻ്റെ മിശ്രിതം തയ്യാറാക്കി വെച്ചില്ലേ, അതുകൂടി നമുക്ക് ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. മുഴുവനും നമുക്ക് ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി വീണ്ടും നമുക്കിതുപോലെ ബിസ്ക്കറ്റ് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അതിന് മുകളിൽ വീണ്ടും നമുക്ക് സ്ട്രോബെറി പ്യൂരിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഒരു 2 സ്ട്രോബെറി കൂടി വെച്ച് കൊടുത്ത് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. നമുക്കൊരു മിനിമം 3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലേക്കൊന്ന് വെച്ചിരിക്കാം. അപ്പോഴേ ഇത് സെറ്റ് ആവുള്ളൂ കേട്ടോ. മൂന്ന് മണിക്കൂറിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട്. പുളിയും മധുരമൊക്കെ ചേർന്നിട്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. താങ്ക് യു.